പാലക്കാട്ടെ പാടങ്ങളിലെല്ലാം കൊയ്ത്ത് കഴിഞ്ഞു. സാധാരണ കൊയ്ത്ത് കഴിഞ്ഞാൽ സമൃദ്ധിയുടെ ദിവസങ്ങളിലാണ്. അങ്ങനെയാണോ ഇവിടുത്തെ സ്ഥിതി? സമൃദ്ധിയിലാണോ നമ്മുടെ കർഷകർ? അവരോട് തന്നെ ചോദിക്കാം. പാലക്കാട് ജില്ലയിലെ കർഷകൻ ഏറ്റവും പ്രധാനം പറയുക ദുരിതത്തിലാണ് ഇന്നത്തെ ജീവിതം. എന്ന് പറഞ്ഞാൽ നെല്ലിൻ്റെ പണം കൃത്യമായിട്ട് നെല്ലിൻ്റെ പണം നെല്ല് കൊണ്ടുപോകാത്തതിൻ്റെ ഒരു കുറ്റം, കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പണം കിട്ടാത്തതിൻ്റെ രണ്ടാമത്തെ കുറ്റം. നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ PRS വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ PRS വന്നു കഴിഞ്ഞിട്ട് ബാങ്കിൽ പോയിട്ട് ഇനി കടമായിട്ടാണ് നമുക്ക് തരുന്നത്. അത് കഴിഞ്ഞ കുറിയും കടമായിട്ടാണ് ലോണായിട്ടാണ് തന്നിരിക്കുന്നത്. ആ ലോണായിട്ട് കൃഷിക്കാരൻ വാങ്ങേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ബാങ്ക് ഗവൺമെൻറ് അടച്ചില്ലെങ്കിൽ അത് കൃഷി ബാധ്യത കൃഷിക്കാരനാണ് വരുന്നത്. അതൊന്ന് തീരെ ഒഴിവാക്കേണ്ടതാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൃഷിക്കാരൻ ദുരിതത്തിലാണ്. സപ്ലൈകോയ്ക്കാണ് ഭൂരിപക്ഷം കർഷകരും നെല്ല് നൽകുന്നത്. സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നതിൽ കർഷകർ തൃപ്തരാണോ? വേനൽ നമ്മൾ നെല്ല് ആദ്യം കൊയ്യാൻ വേണ്ടി വരുമ്പോൾ നന്നായിട്ട് ഉണങ്ങി നന്നായി വളഞ്ഞാൽ ഈർപ്പമായിട്ട് 17-15 ആയിട്ടാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നത്. അതിനെ കെട്ടിവെച്ച് 12-13 വിത്ത് പരുവത്തിലാണ് നമ്മൾ ചാക്കിലാക്കുന്നത്. ചാക്കിലാക്കിയിട്ട് വീണ്ടും വൈകുമ്പോൾ അത് നമ്മൾക്ക് ഓരോ ചാക്കിലും 55 കിലോ വരുന്നതിൽ ഒരു 5 കിലോ നമ്മൾക്ക് എന്തായാലും ഇപ്പോൾ നഷ്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളിൽ നടന്നു വരുന്ന കേസാണ്. ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി ഒരു 5-ാം തീയതി 10-ാം തീയതി 15-ാം തീയതിയിലൂടെ എന്തായാലും കൊയ്യും. അപ്പോഴേക്കുള്ള സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്കിത് ഒരു ഈസി ആയിട്ട് കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. കൃഷിക്കാരൻ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാനും കൂടി പൈസ വാങ്ങിക്കാൻ വിഷം വാങ്ങിയാൽ കാശില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അതെന്തായാലും ഇലക്ഷനെ ബാധിക്കും. വിളകളെ താങ്ങി നിർത്താനല്ല, വിളവെടുക്കുന്നവനെ താങ്ങി നിർത്താനാണ് താങ്ങുവില. 28 രൂപ 22 പൈസ. താങ്ങി നിർത്തുന്നുണ്ടോ നെൽകർഷകനെ? താങ്ങുവിലയുടെ കാര്യം തൃപ്തരല്ല. കാരണം ഒരു 35 രൂപയെങ്കിലും ആക്കിയാൽ മാത്രമാണ് കർഷകരുടെ ദുരിതം തീരുകയുള്ളൂ. ഇപ്പോഴും വർഷങ്ങളായിട്ട് 28 രൂപ 50 പൈസയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം അനുവദിക്കുന്നുണ്ട്, പക്ഷേ അത് സംസ്ഥാന സർക്കാർ നമുക്ക് തരുന്നില്ല. അതിനനുസരിച്ച് കുറച്ചു കൊണ്ടുവരികയാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. പണിയെടുക്കുന്നവന് പണി കഴിഞ്ഞാൽ കടം നൽകിയാൽ മതിയോ? ഈ നെല്ലെടുക്കുന്നത് ബാങ്കുകാർ കൺസിഡർ ചെയ്യുന്നത്, ബാങ്കുകാർ പരിഗണിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന പൈസ കർഷകന് കൊടുക്കാനുള്ള പൈസ ഒരു ലോണായിട്ട് കണക്കാക്കുന്നതിന് അങ്ങേയറ്റത്തെ എതിർപ്പുണ്ട്. കാരണം കയ്യിലുള്ള പ്രോപ്പർട്ടി കൊടുത്തതിന് ശേഷം അത് അതെങ്ങനെയാണ് ലോണാവുക? അതൊരിക്കലും ലോണാവില്ല. സർക്കാരിന് കൊടുക്കാനുള്ള ഡ്യൂ ആണ്, അവർക്ക് കൊടുക്കാനുള്ള ബാധ്യതയാണ്. അതിനെ കൊണ്ടുപോയിട്ട് തിരിച്ച് ബാധ്യത അവൻ്റെ മേലിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? അത് ഇരുട്ടിലാണ് കർഷകർ. പക്ഷേ ഈ ഇരുട്ട് 26-ാം തീയതി ആർക്ക് വെളിച്ചമാകുമെന്ന് പറയാൻ കഴിയില്ല. AB മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.